ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു സംശയമാണ്, കപ്പിംഗ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അറിയാം ഇംപ്യൂർ ബ്ലഡ് ആണോ പോണേ പ്യൂർ ബ്ലഡ് ആണോ പോണേ, നമുക്ക് എങ്ങനെ അറിയാം? ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് വേഗം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. സോ ബേസിക്കലി കപ്പിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് ആലോചിക്കണം. കപ്പിംഗ് ചെയ്യാനായിട്ട് മുമ്പ് ഓൾവേസ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണം നല്ലതാണ്. ഇനിയിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് നോക്കിയാലും മതി. ഇപ്പോൾ ജനുവരിയിൽ ഒരാൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, ജൂണിൽ വരുമ്പോൾ കുഴപ്പമില്ല, ആ റിപ്പോർട്ട് തന്നെ മതി. പക്ഷേ സെപ്റ്റംബറിലും ഒക്ടോബറിലൊക്കെയാണ് വരണേ വെച്ചാൽ ജനുവരിയിലത്തെ പോരാ, ഒന്നുകൂടി എടുക്കാം. ഒരു കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതെടുത്താലും മതി, നോക്കാം. സോ കപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പിടിച്ചു വലിക്കുമ്പോൾ, അതായത് സക്ഷൻ കാരണം, ഞാനിവിടെ പിക്ചറിൽ ഇടുന്നുണ്ട്, ആ സക്ഷൻ കാരണം നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിലത്തെ കാപ്പിലറീസിൻ്റെ സക്ഷൻ കാരണം വരുന്ന പാടുകൾ, ആ പാടുകൾ അതുകൊണ്ടാണ് വരുന്നത്. നമ്മൾ കുറേ നേരം എന്ത് സാധനം കുറേ നേരം പിടിച്ചിരുന്ന എന്തായിരിക്കും, അവിടെ പാട് വരും. പാട് വരുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് എങ്ങനെ അറിയാം പ്യുവർ ആണോ ഇംപ്യൂർ ആണോ? ബേസിക്കലി അശുദ്ധമായിട്ടുള്ള രക്തമാണെങ്കിൽ നമ്മളിപ്പോൾ മൂത്രമൊഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്പർ ഇതിനൊക്കെ 2-നൊക്കെ പോകുമ്പോഴും ഭയങ്കര സ്മെല്ലുണ്ടെങ്കിൽ ദഹനം ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മൂത്രം ഭയങ്കര യെല്ലോയിഷ് കളറാണെങ്കിലോ, നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും ശരിക്കത് പോകുന്നില്ല വേസ്റ്റ് ശരീരത്ത്. സെയിം തന്നെ നമ്മുടെ ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അത് പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ ഇതെന്തുകൊണ്ടാണ്. ആ ബ്ലഡിൻ്റെ കളർ ഭയങ്കര തിക്കായിരിക്കും, കെട്ടിക്കിടക്കും, ഇങ്ങനെ ഒരു ജെല്ലി പോലെ കെട്ടിക്കിടക്കും. സ്മെല്ലുണ്ടാവും ചിലവർക്ക്. അപ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ. ബ്ലഡ് പൊട്ടിയ മീൻസ് ഡേർട്ടി ബ്ലഡ് അഥവാ ഇംപ്യൂർ ബ്ലഡ്. അത്രയധികം പ്രശ്നങ്ങൾ അവരുടെ ബോഡിയിൽ കിടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബോഡിയിൽ ആ ബ്ലഡ് നോർമൽ, അതായത് നല്ല കളർ വരുന്ന വരെ ചെയ്യണം എന്നാണ് ആ കപ്പിങ്ങിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട്. ഏത് വരെ ചെയ്യണം, എത്ര നേരം ചെയ്യണം, എത്ര കാലം ചെയ്യണം, ഇങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ചിലർക്ക് 2 ആഴ്ചയിലൊക്കെ ചെയ്യേണ്ടി വരും, ചിലർക്ക് മാസത്തിലൊക്കെ ചെയ്താലും മതി, ഇങ്ങനെ. സോ പിന്നെ കപ്പിംഗ് എന്തുകൊണ്ട് ചെയ്യുന്നു, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് സ്റ്റിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ മാത്രമല്ല നമ്മൾ കപ്പിംഗ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് പോയാൽ, വേസ്റ്റ് പോയാൽ ബോഡി എന്താവും, ക്ലീൻ ആവും. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ബ്ലഡിലൂടെ മാത്രമല്ല വേസ്റ്റ് പോകുന്നത്. 4 കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 4 വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് കളയാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? ഈ 4 കാര്യങ്ങൾക്കാണ്. ലിവർ, കിഡ്നി, ലങ്സ് ആൻഡ് സ്കിൻ. ഈ 4 സംഭവങ്ങളാണ് നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് കളയാൻ ഉള്ള ആൾക്കാർ. ഒരു ജോലി എന്നൊക്കെ പറയില്ല, ഇവരാണ് മാനേജർ എന്ന് പറയുന്ന മാതിരി. ലിവർ ഡീടോക്സിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്കിന്നിലൂടെ വിശർപ്പിലൂടെ പോകുന്നത് കേട്ടിട്ടുണ്ടോ? കിഡ്നി എന്തായാലും നിങ്ങൾക്കറിയാം. ലങ്സ്, കഫക്കെട്ട് വരിക, അപ്പം നമ്മൾ ഛർദ്ദിപ്പിക്കും, അല്ലെങ്കിൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കഫം പോവും. കഫക്കെട്ട് വന്ന തലക്കനം, എന്നൊരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ 4 കാര്യങ്ങളല്ലേ ബോഡിയിലെ വേസ്റ്റ് പോകേണ്ടത്, അതാണ്. സോ കപ്പിങ്ങിലൂടെ ഈ 4 സംഭവത്തിനെ നമ്മൾ ക്ലീൻ ആക്കുകയാണ്, നമ്മൾ ഡീടോക്സ് ചെയ്യണം. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയോ ഒരു എങ്ങനൊരു ഫീലിംഗ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. ഐ എം ഡാം ഷുവർ. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, നോ പ്രോബ്ലം, ഐ വെൽക്കം ഡൗട്ട്സ്.